നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ലെബനോനിലെ ഇൻഫർമേഷൻ മന്ത്രിയുടെ സൗദി വിരുദ്ധ പ്രസ്താവന ലെബനനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുമെന്ന് സൂചന. ലെബനൻ അംബാസഡർമാരോട് രാജ്യം വിടാൻ സൗദി, ബഹ്റൈൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ലെബനനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് സൗദി വിലക്കേർപ്പെടുത്തി. യമനിലെ ഹൂത്തികളെ അനുകൂലിച്ചുകൊണ്ടും യമൻ പ്രശ്നത്തിൽ ഇടപെടുന്ന സൗദിയെ വിമർശിച്ചുകൊണ്ടും ലെബനോൻ ഇൻഫർമേഷൻ മന്ത്രി നടത്തിയ പരാമർശമാണ് സൗദി ഉൾപ്പെടെ ചില ഗൾഫ് രാജ്യങ്ങൾക്കും ലെബനോനുമിടയിലെ ബന്ധം വഷളാകാൻ കാരണം. ലെബനോൻ ഉൽപ്പന്നങ്ങൾക്ക് സൗദിയിൽ വിലക്കേർപ്പെടുത്തിയതിനു പിന്നാലെ സൗദിയിലെ ലെബനോൻ അംബാസഡറോട് 48 മണിക്കൂറിനകം രാജ്യം വിടാൻ സൗദി നിർദ്ദേശം നൽകുകയും ചെയ്തു. ലെബനോനിലെ സൗദി അംബാസഡറെ തിരിച്ചു വിളിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഇറക്കുമതി കയറ്റുമതികൾക്ക് വിലക്കേർപ്പെടുത്തി. സൗദിയിൽ താമസിക്കുന്ന ലെബനീസ് പൗരന്മാരെ സൗദിയുടെ തീരുമാനം പ്രതികൂലമായി ബാധിക്കില്ലെന്ന് സൗദി വ്യക്തമാക്കി. ലെബനോൻ മന്ത്രി ജോർജ് കോർദാഹിയാണ് യമനിൽ സൗദിയുടെ ഇടപെടലിനെ അപലപിച്ച് ടെലിവിഷൻ ചാനലിന് അഭിമുഖം നൽകിയത്. മന്ത്രിയാകുന്നതിന് മുമ്പാണ് താൻ ആ പരാമർശം നടത്തിയതെന്ന് പറഞ്ഞ ജോർജ് കോർദാഹി ഖേദപ്രകടനം നടത്തിയിരുന്നു. മന്ത്രിയുടെ പരാമർശത്തോട് ലെബനോൻ പ്രധാനമന്ത്രി വിയോജിപ്പ് രേഖപ്പെടുത്തി. എന്നാൽ രാജിവെക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല. സൗദിയിലേക്കുള്ള മയക്കുമരുന്ന് കയറ്റുമതി തടയാൻ ലെബനോന് സാധിക്കാത്തതും ലെബനോനിലെ പോർട്ടുകളെല്ലാം ഹിസ്ബുള്ള ഭീകരവാദികളുടെ നിയന്ത്രണത്തിലായതും സൗദിയുടെ പുതിയ തീരുമാനങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചു. സൗദിക്ക് പുറമെ ബഹ്റൈനും കുവൈത്തും ലെബനോൻ അംബാസഡറോട് രാജ്യം വിടാൻ നിർദ്ദേശം നൽകി. ലെബനോൻ മന്ത്രിയുടെ പ്രസ്താവനയെ അറബ് ലീഗ് അപലപിച്ചു. മന്ത്രി ജോർജ് കോർദാഹി രാജിവെക്കണമെന്ന് ലെബനോനിലെ മുൻ പ്രധാനമന്ത്രിമാരായ ഫുആദ് സിനിയോറ, സാദ് അൽ ഹരീരി, തമാം സല്ലാം എന്നിവർ ആവശ്യപ്പെട്ടു. മന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ലെബനോനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് സൂചന. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിൽ ഒരാഴ്ചക്കിടെ 9,000-ഓളം നിയമലംഘകരെ നാടുകടത്തി. 16,000-ഓളം നിയമലംഘകരാണ് രണ്ടാഴ്ചക്കിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിയിലായത്. 15,806 നിയമലംഘകരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൗദിയിൽ പിടിയിലായത്. ഒക്ടോബർ 21 മുതൽ 27 വരെയുള്ള കണക്കാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത്. 7,609 താമസ നിയമലംഘകരും 6,525 അതിർത്തി സുരക്ഷാ നിയമലംഘകരും 1,672 തൊഴിൽ നിയമലംഘകരും പിടിയിലായി. അയൽ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 469 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 50% യമനികളും 46% എത്യോപ്യക്കാരും 4% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. അനധികൃതമായി സൗദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 90 പേരും പിടിയിലായി. നിയമലംഘകർക്ക് താമസം, യാത്ര, ജോലി തുടങ്ങിയ സഹായം ചെയ്തതിന് 12 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷ അനുഭവിക്കുന്ന 8,926 നിയമലംഘകരെ ഒരാഴ്ചക്കിടെ നാടുകടത്തി. 2,228 പേരെ നാടുകടത്താനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. 73,313 പേരെ നാടുകടത്താനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെട്ടതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകർക്ക് സഹായം നൽകിയാൽ 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. സഹായം നൽകിയ വാഹനവും കെട്ടിടവും കണ്ടുകെട്ടുകയും ചെയ്യും. 24 ജിദ്ദ. സൗദിയിൽ നിന്ന് 41 കോവിഡ് കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തു. റിയാദിൽ ആക്റ്റീവ് കേസുകൾ വീണ്ടും 200 കടന്നു. 2,244 പേരാണ് ഇപ്പോൾ രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ ഉള്ളത്. 41 കോവിഡ് കേസുകളും 32 രോഗമുക്തിയും 3 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 34,149 സാമ്പിളുകൾ പരിശോധിച്ചു. 0.12% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 5,48,571 കോവിഡ് കേസുകളും 5,37,534 രോഗമുക്തിയും 8,793 മരണവുമാണ്. 2,244 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 66 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദിൽ 17, ജിദ്ദയിൽ 4, മക്കയിലും മദീനയിലും ദമാമിലും 3 വീതവും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. റിയാദിൽ ആക്റ്റീവ് കേസുകൾ വീണ്ടും 200 കടന്നു. ജിദ്ദയിൽ 245, റിയാദിൽ 203, മദീനയിൽ 102 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. മറ്റു നഗരങ്ങളിലെല്ലാം ആക്റ്റീവ് കേസുകൾ 100-ൽ താഴെയാണ്. 24 ജിദ്ദ. കുവൈത്തിൽ വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും കുറവ്. 24 മണിക്കൂറിനുള്ളിൽ 12 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 34 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 0.08%.
കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള വിമാനയാത്രക്കാരുടെ എണ്ണവും വിമാന സർവീസുകളും വർദ്ധിച്ചു. വിമാനത്താവള പ്രവർത്തനശേഷി പൂർണ്ണതോതിലാക്കാൻ അനുമതി നൽകിയ ശേഷമുള്ള 5 ദിവസത്തിൽ 65,759 പേർ യാത്ര ചെയ്തു. നവംബർ ആദ്യവാരം മുതൽ കൂടുതൽ സർവീസുകളും യാത്രക്കാരും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 5 ദിവസത്തിൽ എത്തിയ യാത്രക്കാരെക്കാൾ കൂടുതലായിരുന്നു രാജ്യത്തിന് പുറത്തുപോയവർ. 28,228 പേർ കുവൈത്തിലേക്ക് വന്നപ്പോൾ 31,516 പേർ പുറത്തുപോയി. 5,015 പേർ കുവൈത്ത് വിമാനത്താവളം ട്രാൻസിറ്റ് കേന്ദ്രമാക്കി മറ്റിടങ്ങളിലേക്ക് സഞ്ചരിച്ചു. 5 ദിവസത്തിൽ 521 വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. അടിയന്തര ആവശ്യങ്ങൾക്ക് ഇന്ത്യയിലെത്തുന്ന പ്രവാസികൾക്ക് നൽകിയിരുന്ന ഇളവ് ഒഴിവാക്കിയ നടപടി പിൻവലിക്കണമെന്ന് ഓവർസീസ് NCP കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നാട്ടിലുള്ള ബന്ധുക്കളുടെ മരണം അടക്കം അത്യാവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് PCR പരിശോധനയില്ലാതെ യാത്ര ചെയ്യുന്നതിന് നേരത്തെ അനുമതി നൽകിയിരുന്ന ഇളവാണ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അടിയന്തരമായി നാട്ടിലേക്ക് വരാനിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് ഓവർസീസ് NCP. കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റുന്നതിന് പണം ഈടാക്കാൻ അനുവദിക്കില്ലെന്ന് കുവൈത്ത് ഔക്കാഫ് മന്ത്രാലയം. ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ഫത്വ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. സ്പോൺസർഷിപ്പ് ഒഴിവാക്കൽ ഇടപാട് പൂർത്തിയാക്കുന്നതിന് ചെലവായ ഫീസ് മാത്രമാണ് ഈടാക്കാൻ അനുമതിയുള്ളൂവെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ മേഖലയിൽ നിലവിൽ ജോലിയെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ മോദിക്കൊപ്പമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ക്ഷണം മാർപ്പാപ്പ സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അപ്പോസ്തലിക് കൊട്ടാരത്തിന്റെ 3-ാം നിലയിൽ ചരിത്രം പിറന്നു. പേപ്പൽ ലൈബ്രറിയിൽ 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു മാർപ്പാപ്പയെ കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയത്. ഇന്ത്യൻ സമയം 12 മണിയോടെ എത്തിയ നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് ലഭിച്ചു. പേപ്പൽ ഹൗസ് ഹോൾഡ് റീജൻ മോൺ ലിയാനാഡോ സാപ്പിയൻസ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു. മാർപ്പാപ്പയെ കണ്ട പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദരവും സ്നേഹവും അദ്ദേഹത്തെ അറിയിച്ചു. ഇന്ത്യ സന്ദർശനത്തിനുള്ള പ്രധാനമന്ത്രിയുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചതായി മാർപ്പാപ്പ വ്യക്തമാക്കി. സന്ദർശന തീയതി അടക്കമുള്ള വിവരങ്ങൾ വത്തിക്കാൻ പിന്നീട് പുറത്തുവിടും. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി മാർപ്പാപ്പ കേരളവും തമിഴ്നാടും അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും എത്തുമെന്നാണ് ലഭ്യമായ വിവരം. ആഗോളതാപനം, ഭീകരവാദമടക്കമുള്ള വിഷയങ്ങളിലും കൂടിക്കാഴ്ചയിൽ ഇരു ലോക നേതാക്കളും ആശയവിനിമയം നടത്തി. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇന്ത്യ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളെ അദ്ദേഹം ശ്ലാഘിച്ചു. ലോക സമാധാനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടർന്നും നേതൃത്വം നൽകാൻ മാർപ്പാപ്പ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തോടുള്ള തന്റെ താൽപര്യം മാർപ്പാപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു. ഇന്ത്യയിലെ വിശ്വാസി സമൂഹത്തിന്റെ ആശംസകൾ പ്രധാനമന്ത്രി ഫ്രാൻസിസ് മാർപ്പാപ്പയോട് വ്യക്തമാക്കി. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. മാർപ്പാപ്പയുടെ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതെന്ന് ക്രൈസ്തവ സഭകൾ. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതിൽ നന്ദി അറിയിച്ച് KCBC. മാർപ്പാപ്പ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച കത്തോലിക്കാ സഭയ്ക്കും വിശ്വാസികൾക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രാധാന്യമാണ് കാണിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ. ലോകത്തിന് സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം നൽകുന്നതാണ് പ്രധാനമന്ത്രി മാർപ്പാപ്പ കൂടിക്കാഴ്ചയെന്ന് വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ. കത്തോലിക്കാ സഭ ഉയർത്തിക്കാട്ടിയ വിഷയങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ എത്തിച്ചുവെന്നും V. മുരളീധരൻ പറഞ്ഞു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം സർവധർമ്മ സമഭാവം എന്ന പൈതൃകമാണ് ഭാരതത്തിന്റെ. ആ പൈതൃകത്തിൽ വിശ്വസിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് ലോകത്തിന് സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും വലിയ സന്ദേശം കൂടി നൽകുന്ന ഒരു കൂടിക്കാഴ്ചയായിട്ട്, അങ്ങനെയുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള സംഭവമായിട്ടാണ് ഞാൻ ഈ കൂടിക്കാഴ്ചയെ കാണുന്നത്. മാർപ്പാപ്പയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയ മാനം കാണേണ്ടതില്ലെന്നും സന്ദർശനം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുമെന്നും KCBC വക്താവ് ഫാദർ ജേക്കബ് G. പാലക്കാപ്പള്ളി പറഞ്ഞു. ക്രൈസ്തവ സഭകൾക്ക് ഉത്തേജനം നൽകുന്നത് എന്നാണ് മലങ്കര കത്തോലിക്കാ സഭാധ്യക്ഷൻ കർദിനാൾ മാർ ക്ലിമ്മീസ് ബാവയുടെ പ്രതികരണം. പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനത്തിൽ ഒരു രാഷ്ട്രീയം കാണേണ്ടതില്ല. കാരണം അദ്ദേഹം ഒരു ആത്മീയ നേതാവ് എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നമ്മുടെ ലോക രാഷ്ട്രങ്ങൾക്കിടയിലും ജനതകൾക്കിടയിലും ഭാരതത്തിലും പ്രത്യാശ നൽകുകയാണ്. പ്രധാനമന്ത്രി മാർപ്പാപ്പ കൂടിക്കാഴ്ചയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ബിഷപ്പ് ഹൌസിലെത്തി.
മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ക്ലിമീസ് ബാവയുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച പ്രധാനമന്ത്രിയുടെ നടപടി അഭിനന്ദനാർഹമാണ്. സന്ദർശനം ഭാരതത്തിലെ ഇതര മതങ്ങളും ക്രൈസ്തവ സഭയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുമെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. 24 തിരുവനന്തപുരം. G20 ഉച്ചകോടിയിലെ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിന് തുടക്കം. ലോക സമ്പദ്ഘടന, ലോക ആരോഗ്യം എന്ന വിഷയത്തെ അധികരിച്ചു നടക്കുന്ന സമ്മേളനത്തിലാണ് ലോക നേതാക്കൾ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവരടക്കമുള്ള ലോക നേതാക്കളുമായി സമ്മേളനവേദിയിൽ സൗഹൃദം പങ്കിട്ടു. മാറുന്ന ലോക സാഹചര്യത്തിൽ സമ്പദ്ഘടനയിലും ആരോഗ്യ വ്യവസ്ഥയിലും കൂടുതൽ പരസ്പരാശ്രയത്വം രാജ്യങ്ങൾ തമ്മിൽ അനിവാര്യമാണെന്ന നിഗമനമാണ് സമ്മേളനം പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിലെ ഇന്ത്യൻ വീക്ഷണങ്ങൾ ഉച്ചകോടിയിൽ അവതരിപ്പിക്കും. മയക്കുമരുന്ന് ഇടപാടിലെ കള്ളപ്പണക്കേസിൽ ജാമ്യം ലഭിച്ച ബിനീഷ് കോടിയേരി പുറത്തിറങ്ങി. 1 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ന് രാത്രി 8:30യോടെയാണ് ബിനീഷ് പുറത്തിറങ്ങിയത്. തന്റെ ജയിൽവാസത്തിന് കാരണം കൃത്യമായ രാഷ്ട്രീയം തന്നെയാണെന്നും കൂടുതൽ കാര്യങ്ങൾ കേരളത്തിലെത്തിയ ശേഷം പറയുമെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു. ുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ പേരുകൾ പറയാൻ നിർബന്ധിച്ചിരുന്നു. ഇത് പറയാൻ വിസമ്മതിച്ചതാണ് 1 വർഷത്തെ ജയിൽവാസത്തിന് കാരണം. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ തനിക്ക് പുറത്തിറങ്ങാമായിരുന്നു. ബിനീഷ് അല്ല, ബിനീഷ് കോടിയേരി എന്ന പേര് തന്നെയാണ് പ്രശ്നം. എന്നിട്ടാണ് ഇതിൽ രാഷ്ട്രീയമില്ലെന്ന് പറയുന്നത്. രാജ്യത്തെ വലിയ പാർട്ടിയാണ് ഇതിന് പിന്നിലെന്നും ജയിൽ മോചിതനായ ശേഷം ബിനീഷ് പറഞ്ഞു. ഭരണകൂടത്തിന് അനഭിതരാകുന്നവരെ എല്ലാവരെയും ഇത്തരത്തിലാണ് ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവർ പറയുന്നത് പോലെ, ചില പേരുകൾ അവർ പറയുന്ന പോലെ പറയാൻ ഞാൻ തയ്യാറാവാത്തതാണ് എന്നെ കേസിൽ എടുക്കാനുണ്ടായിരുന്ന കാര്യം. ബിനീഷ് കോടിയേരി എന്ന് പറയുന്നതിൽ ബിനീഷ് ആയതല്ല, കോടിയേരി എന്നുള്ള പേരാണല്ലോ പ്രശ്നം. കേരളത്തിൽ എത്തിയതിനു ശേഷം വിശദമായ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും. ബംഗളൂരുവിൽ നിന്ന് നാളെ രാവിലെ വിമാനത്തിൽ നാട്ടിലേക്ക് തിരിക്കുന്ന ബിനീഷ് 10 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുമെന്ന് സഹോദരൻ ബിനോയ് കോടിയേരി പറഞ്ഞു. 1 വർഷം മുൻപാണ് ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് പലതവണ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും നടന്നിരുന്നില്ല. 2 ദിവസം മുമ്പാണ് കേസ് പരിഗണിച്ച പുതിയ ബെഞ്ച് ബിനീഷിന് ജാമ്യം അനുവദിച്ചത്. ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ജാമ്യം കിട്ടിയ ആര്യൻ ഖാൻ ജയിൽ മോചിതനായി. ഷാരൂഖ് ഖാൻ ആര്യനെ സ്വീകരിക്കാൻ ആർദർ റോഡ് ജയിലിൽ നേരിട്ടെത്തി. ഇതിനിടെ വിവാദ സാക്ഷി കിരൺ ഗോസാവിക്കെതിരെ പുനെ പോലീസ് 2 എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായി 28 ദിവസങ്ങൾക്ക് ശേഷം ആര്യൻ ഖാൻ മന്നത്തിൽ മടങ്ങിയെത്തി. ജാമ്യ ഉത്തരവ് ഇന്നലെ ഇറങ്ങിയെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിടുതൽ ഉത്തരവ് ജയിലിലെത്താൻ വൈകിയതോടെയാണ് ആര്യന്റെ മോചനം 1 ദിവസം കൂടി നീണ്ടത്. രാവിലെ 5:30 വിടുതൽ ഉത്തരവുകൾ ജയിലധികൃതർ പരിശോധിച്ചു. ക്രമമനുസരിച്ച് ആര്യന്റെ ഉത്തരവും പരിഗണിച്ചു. നടപടികൾ പൂർത്തിയാക്കി കൃത്യം 11 മണിക്ക് ഷാരൂഖിന്റെ സുരക്ഷാ തലവൻ രവി സിംഗിന്റെ അകമ്പടിയോടെ ആര്യൻ ജയിലിന് പുറത്തേക്ക്. പ്രധാന ഗേറ്റിന് മുന്നിൽ ഷാരൂഖ് ഖാൻ കാത്തിരുന്ന കാറിലേക്ക് ആര്യൻ കയറി മന്നത്തിലേക്ക് മടങ്ങി. ആര്യനെ സ്വീകരിക്കാൻ ഇന്നലെ മുതൽ തന്നെ ഉത്സവാന്തരീക്ഷത്തിലാണ് മന്നത്ത്. 100 കണക്കിന് ആരാധകർ ആര്യനെ സ്വാഗതം ചെയ്യാൻ ഇന്നും വീടിന് മുന്നിലെത്തി. എന്നാൽ അർബാസ് മർച്ചന്റ്, മുൻമുൻ ദമേച്ച എന്നിവർക്ക് സെഷൻസ് കോടതിയിലെ നടപടികൾ വൈകിയതിനാൽ ഇന്ന് പുറത്തിറങ്ങാനായില്ല. നാളെയാകും ഇരുവരും പുറത്തിറങ്ങുക. കേസിലെ മറ്റു 3 പ്രതികൾക്ക് കൂടി കോടതി ജാമ്യം അനുവദിച്ചു. വിവാദ സാക്ഷി കിരൺ ഗോസാവിക്കെതിരെ പൂനെ പോലീസ് 2 എഫ്ഐആറുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ആരോപണത്തിൽ നവാബ് മാലിക്കിനെതിരെ സമീർ വാങ്കഡെ ദേശീയ പട്ടികജാതി കമ്മീഷന് പരാതി നൽകി. 24 ഡൽഹി. ജമ്മുകാശ്മീരിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ 2 ജവാന്മാർ വീരമൃത്യു വരിച്ചു. രജൌരി ജില്ലയിലെ നൌഷേരയിലെ നിയന്ത്രണ രേഖക്കരികിലാണ് സ്ഫോടനമുണ്ടായത്. നിയന്ത്രണ രേഖക്കരികിൽ കുഴിച്ചിട്ട ബോംബ് ജവാന്മാർ അറിയാതെ ചവിട്ടിയതോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംയുക്ത സേന പ്രദേശത്ത് തെരച്ചിൽ ശക്തമാക്കി. ജലനിരപ്പ് കുറയാത്ത സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ കൂടുതൽ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി. 1, 5, 6 ഷട്ടറുകളാണ് വൈകിട്ട് 4 മണിക്ക് തുറന്നത്. നിലവിൽ 6 ഷട്ടറുകളിലൂടെ പുറത്തേക്കൊഴുകുന്നത് 2974 ഘനയടി വെള്ളമാണ്. പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവ് പ്രകാരം ഒക്ടോബർ 31 വരെ മുല്ലപ്പെരിയാറിൽ നിലനിർത്തേണ്ട ജലത്തിന്റെ അളവ് 138 അടിയാണ്. വ്യാഴാഴ്ച ഉച്ചയോടെ തന്നെ ജലനിരപ്പ് 138 എന്ന പരിധി മറികടന്നു. ജലനിരപ്പ് 138.80 അടിയിൽ എത്തിയപ്പോഴാണ് അധിക ജലം പുറത്തേക്കൊഴുക്കാൻ തമിഴ്നാട് തയ്യാറായത്. മഴ ശക്തമായി നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജലനിരപ്പ് 139 അടിയിലേക്ക് കുതിച്ചു.
റൂൾ കർവ് പാലിക്കണമെന്ന് കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ന് 11 മണിയോടെ 3 ഷട്ടറുകൾ 70 സെന്റിമീറ്റർ വീതം ഉയർത്താൻ തമിഴ്നാട് സന്നദ്ധരായത്. എന്നിട്ടും മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് താഴാതെ വന്നതിനെ തുടർന്നാണ് 3 ഷട്ടറുകൾ കൂടി 50 സെന്റിമീറ്റർ വീതം ഉയർത്തി കൂടുതൽ ജലം ഒഴുക്കിയത്. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായാൽ കൂടുതൽ വെള്ളം ഇനിയും തുറന്നുവിടേണ്ടി വരും. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഷട്ടർ തുറക്കുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട് വിവരം കൈമാറാൻ തയ്യാറായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പെരിയാറിലെ ജലനിരപ്പ് ഒരടി കൂടി ഉയരുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. 138 എത്തിക്കാൻ തമിഴ്നാടിന് കഴിയണമെങ്കിൽ ഇത് പര്യാപ്തമല്ല. ഇത്രയും വെള്ളം പോയ പോരാ. ഇപ്പം 138 എത്തുന്നതിന് വേണ്ടി വരുന്ന അളവ് എത്രയാണോ ആ അളവിൽ ജലം വന്നാൽ വേണ്ടതായിട്ടുള്ള സജ്ജീകരണം നമ്മുടെ താഴേക്കുള്ള ജാഗ്രതാ സമിതികൾ കൂടി നമ്മൾ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിനും ഉന്നത ഉദ്യോഗസ്ഥരും തേക്കടിയിൽ ക്യാമ്പ് ചെയ്താണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 24 ഇടുക്കി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ തിങ്കളാഴ്ച വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിങ്കളാഴ്ച 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. തീരത്ത് കാറ്റിനും ശക്തമായ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മോഹൻലാൽ ചിത്രം മരക്കാർ OTTയിൽ തന്നെ റിലീസ് ചെയ്യും. ഫിലിം ചേംബർ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കും മരക്കാറിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തിയേറ്റർ റിലീസ് ഉണ്ടാകില്ലെന്ന് ഉറപ്പായത്. സിനിമയ്ക്ക് മിനിമം ഗ്യാരണ്ടി തുക നൽകണമെന്ന ആന്റണി പെരുമ്പാവൂരിന്റെ ആവശ്യം ഫിയോക്ക് തള്ളിയതോടെയാണ് ചർച്ച പരാജയപ്പെട്ടത്. 10 കോടി രൂപ അഡ്വാൻസ് നൽകാമെങ്കിലും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ട പോലെ സിനിമയ്ക്ക് മിനിമം ഗ്യാരണ്ടി തുക നൽകാൻ കഴിയില്ലെന്നായിരുന്നു ഫിയോക്കിന്റെ നിലപാട്. ഇതോടെയാണ് ഫിയോക്കിന്റെ അഭ്യർത്ഥന പ്രകാരം ഫിലിം ചേംബർ നടത്തിയ മധ്യസ്ഥ ചർച്ച വിഫലമായത്. മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ ഇല്ല, ഇനി ഉണ്ടാവുകയില്ല. 10 കോടിയോ അതിന് മേളിലോട്ടോ. കാര്യം ഒരു സിനിമയ്ക്ക് ഒരു വലിപ്പം ഉണ്ടല്ലോ, അതനുസരിച്ച് മരക്കാരെന്ന് പറയുന്ന പടത്തിന് 10 കോടിയൊന്നും കൊടുത്താൽ പോരാ. ഞങ്ങളുടെ ആഗ്രഹം ഒരുപാടാണ്, പക്ഷെ അത്ര ഇപ്പം റേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ വലിയ വിട്ടുവീഴ്ച നടത്താതെ 100 കോടി മുതൽ മുടക്കുള്ള സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ സാധിക്കില്ലെന്ന് ആന്റണി പെരുമ്പാവൂർ ഫിലിം ചേംബറിനെ അറിയിച്ചിരുന്നു. എന്നാൽ മലയാള സിനിമകളുടെ റിലീസിംഗിനായി സ്വീകരിക്കുന്ന സമ്പ്രദായങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നായിരുന്നു ഫിയോക്കിന്റെ മറുപടി. OTTയിലും തിയേറ്ററിലും റിലീസ് ചെയ്യാമെന്ന നിർദ്ദേശത്തെയും തിയേറ്റർ ഉടമകൾ തള്ളിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മരക്കാർ OTTയിലേക്ക് എത്തുന്നത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. സംസ്ഥാനത്ത് നിന്ന് 7427 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10%. 70,709 സാമ്പിളുകൾ പരിശോധിച്ചു. തിരുവനന്തപുരത്ത് 1000-ലേറെ പുതിയ രോഗികളുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന 55 പേരും 53 ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരായി. 78,624 പേരാണ് കോവിഡ് ബാധിതരായി സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 7,166 പേർ രോഗമുക്തരായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 62 മരണങ്ങൾ കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. 94.7% പേർ 1ാം ഡോസ് വാക്സിനേഷനും 50.9% പേർ സമ്പൂർണ്ണ വാക്സിനേഷനും പൂർത്തിയാക്കി. 2020 ലോകകപ്പിൽ പാകിസ്ഥാനോട് തോറ്റതിന് പിന്നാലെ ഉണ്ടായ വിവാദത്തിൽ മുഹമ്മദ് ഷമിക്ക് പിന്തുണയുമായി ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി. ഷമിക്കെതിരെ നടന്ന പ്രചാരണം ദൗർഭാഗ്യകരം. സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നവർ നട്ടലില്ലാത്തവരെന്നും മതത്തിന്റെ പേരിൽ വിവാദമുണ്ടാക്കുന്നവരോട് സഹതാപമെന്നും പ്രതികരണം. ഷമിയുടെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യാനാവില്ല. ടീം നാളത്തെ മത്സരത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഇന്ത്യൻ നായകൻ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.